കഴിഞ്ഞ കുറച്ചു കാലമായി വടകര മേഖലകളിൽ UDF ശക്തമായ മുന്നേറ്റമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഈയൊരു മുന്നേറ്റം വടകര നഗരസഭയുടെയും വടകര ബ്ലോക്ക് പഞ്ചായത്തിനെയും ഭരണം പിടിക്കാൻ കഴിയുമെന്ന് UDF കൺവീനർ കോട്ടയിൽ രാധാകൃഷ്ണൻ പറഞ്ഞു. വടകര പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരണം വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിസംബർ 11 നടക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ അത് നോക്കിക്കാണുന്നത്. അതൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും സംസ്ഥാന നിയമസഭയിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമിയായിട്ടാണ് നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാം നോക്കിക്കാണുന്നത്. ഈ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളോട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ എല്ലാ മേഖലകളിലും സമസ്ത പരാജയം ഏറ്റുവാങ്ങിയ ഒരു സർക്കാരാണ്. ആ സർക്കാർ ഒരു ദിവസം മുമ്പേ ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കണ്ടത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ കേരളത്തിലെ മൊത്തം പാർലമെൻറ്റിലേക്ക് കടക്കുന്നില്ലെങ്കിലും വടകര പാർലമെൻറ്റിൽ മാത്രം വിജയമെടുത്ത് പരിശോധിക്കുമ്പോൾ 1,14,000 വോട്ടിന് നമ്മുടെ MP ഷാഫി പറമ്പിൽ ജയിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു കാര്യമായി നമുക്ക് തോന്നുന്നത്. ഉള്ള വിജയവും അതിന് മുമ്പിട്ട് വടകരയിൽ രമയുടെ വിജയവും ഒക്കെയുള്ള ആവേശമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ UDF RMPയും നേരിടുന്നത്. വടകര മുനിസിപ്പാലിറ്റിയെ പറ്റി നിങ്ങളോട് കൂടുതലായിട്ടൊന്നും പറയണ്ട. നിരന്തരമായ മുനിസിപ്പാലിറ്റിയുടെ ഓരോ വിഷയങ്ങളെ പറ്റി ആഴത്തിൽ പഠിക്കുകയും ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം വടകര മുനിസിപ്പാലിറ്റി ഒരു മാറ്റം ആളുകൾ ആഗ്രഹിക്കുന്നു. 6 പതിറ്റാണ്ടായി ഒരു മുന്നണി തന്നെ ഭരിക്കുന്നു എന്നുള്ളത് നമുക്കാണ്. CPMൻ്റെ നേതൃത്വത്തിൽ ഞെരിഞ്ഞ് അമർന്ന് കഴിയുന്ന ഈ വടകര നഗരസഭയ്ക്ക് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് വടകരയിലെ നഗര മേഖലയിൽ താമസിക്കുന്ന ആളുകളൊക്കെ. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 നടന്ന തെരഞ്ഞെടുപ്പിലും ഈ നഗരസഭയിൽ ഒരു മാറ്റമുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ഒത്ത് അന്ന് ഭരണം തിരിച്ചു പിടിക്കാൻ നമുക്കായില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണം തിരിച്ചു പിടിക്കാൻ ആവശ്യമായ ഒരു തയ്യാറെടുപ്പോടു കൂടിയാണ് മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമുക്കറിയാം, മാസങ്ങൾക്ക് മുമ്പേ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതും സ്ഥാനാർത്ഥിത്വത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ നേരിട്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ UDF നടത്തുക പതിവ്. പക്ഷെ പതിവിന് വിപരീതമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വളരെ കൃത്യമായി കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ കാലക്കൂട്ടി മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ വേണ്ടി താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾക്ക് നിർദ്ദേശം കൊടുക്കുകയും വളരെ ചിട്ടയായ രീതിയിലുള്ള ഒരു പ്രവർത്തനം കോഴിക്കോട് ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും കൃത്യമായി നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ വടകര നഗരസഭയിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വടകര നഗരസഭ പൂർണ്ണമായും തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്കാവുമെന്നും നല്ല ഒരു ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാൻ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുള്ളത്. ജനങ്ങൾ നേരത്തെ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് പറഞ്ഞതുപോലെ 6 പതിറ്റാണ്ട് ഭരിച്ചൊരു കാലഘട്ടത്തിൽ ജനങ്ങൾ വല്ലാതെ ഈ നഗരസഭയിൽ നിന്ന് അകന്നു പോയിരിക്കും. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. പലപ്പോഴും ഒരു സ്വകാര്യ സംഭാഷണത്തിലാണെങ്കിൽ പോലും അതല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള മുന്നണിയുടെ പ്രവർത്തകരെ കാണുമ്പോൾ പോലും രാഷ്ട്രീയത്തിന് അതീതമായി പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ശരിയാവാത്തത് കൊണ്ടാണ് ഈ ഭരണം വീണ്ടും CPMൻ്റെ കൈകളിലെത്തുന്നത്, അതുകൊണ്ട് നിങ്ങൾ നേരെ നിന്നാൽ ഈ ഭരണം തിരിച്ചു പിടിക്കാൻ ആകും എന്നൊക്കെയുള്ള വലിയ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ജനങ്ങളാണ്. ആ ജനങ്ങൾക്കുള്ള ചിന്താഗതിക്ക് അനുസൃതമായി ഈ 2025 നടക്കുന്ന പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ശതമാനം ആളുകളുടെയും ഭൂരിപക്ഷം സീറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് വടകര നഗരസഭ പിടിക്കും. ഇതിൻ്റെ ഒരുപാട് കെടുകാര്യസ്ഥതയെ പറ്റിയൊന്നും നമ്മൾ കൂടുതൽ പറയണ്ട. കെടുകാര്യസ്ഥതയെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയണം, ഞാൻ പറയുന്നത്.